പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നമ്മുടെ ഈ ചൂടത്തൊക്കെ വളരെ നല്ലതാണ്. ഇത് നമുക്ക് ചൂട് കുറയ്ക്കാനും നമ്മുടെ വളരെ നല്ലൊരു ജ്യൂസാണ്. നമ്മുടെ മസ്ക് മെലണില്ലേ, മസ്ക് മെലൺ അല്ലെങ്കിൽ ഷമാം എന്ന് പറയില്ലേ, ഞാൻ ഒരു ചെറിയ ഷമാം കൂടെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഈ കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്കിതിനകത്തുള്ള അതിൻ്റെ കാമ്പ് നമുക്ക് ചിരണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മുറിക്കാം. അപ്പോൾ അറിയാലോ, പ്രത്യേകിച്ച് ഈ മസ്ക് മെലൺ നല്ലൊരു വളരെ ഹെൽത്തിയായ ഒരു ഫ്രൂട്ടാണ്. ജ്യൂസ് അടിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇതൊരു ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇതൊന്ന് ജ്യൂസെന്നോ അല്ലെങ്കിൽ ഷേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതിനകത്ത് നമ്മൾ 2-3 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്കതിൽ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ പാലും തേങ്ങാപ്പാലും ഒക്കെ ജ്യൂസ് അടിക്കാറുണ്ട്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ പാല് തിളപ്പിക്കുകയാണ്. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 1/2 ലിറ്റർ പാലാണ് തിളപ്പിക്കുന്നത്. ചെറിയൊരു മസ്ക് മെലണാണുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാല് എടുത്ത് ഞാൻ പാത്രത്തിലേക്ക് പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിനകത്ത് ചൗരിയൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ പാലിൻ്റെ അത്രയും വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്നത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ഇതിനകത്തൊരല്പം കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി. അത് നമുക്ക് കൊഴുപ്പ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് കസ്റ്റാർഡ് പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് അല്പം വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാലിനകത്തേക്ക് ഒഴിച്ചത് നന്നായിട്ട് ഇളക്കിയത് അതൊന്ന് കലക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അത് പൊടിയോടെ ഇട്ടാൽ ചിലപ്പോൾ കട്ട പിടിക്കാതുകൊണ്ടാണ് നമ്മൾ കലക്കിയിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ചൗവരിയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചൗവരിയെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊരു 1/2 മണിക്കൂറും വിട്ട് വെച്ചിരുന്നതാണ്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാലിനകത്തേക്ക്, ഈ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുതിർന്നുകൊണ്ട് ഈ ചൗവരി വേഗം വെന്ത് കിട്ടും. സാബുനരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് കുറച്ച് നേരം തിളപ്പിച്ച് വേവിക്കണം. അതായത് നമുക്കറിയാമല്ലോ, ചൗവരി അത് വെന്ത് കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്തു. ഞാൻ ഈ കസ്റ്റാർഡ് പൗഡറും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കൂട്ടണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. അവനവൻ്റെ ഇഷ്ടം പോലെ. ഇനി ഇത് എന്തായാലും വറ്റി കഴിയുമ്പം കുറച്ച് കൊഴുപ്പ് കുറയും. ഇതിനുള്ള കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനകത്ത് റൂം ടെമ്പറേച്ചർ ആവണം കേട്ടോ. റൂം ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് 2 സാധനങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് നമ്മുടെ കസ്കസില്ലേ, അത് കുതിർത്താൻ വെച്ചിട്ടുണ്ട്, അതും ചേർക്കണം. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസ്ക് മെലൻ്റെ ജ്യൂസും ചേർക്കണം. ായിട്ട് പഞ്ചസാരയോ തേനോ അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയായ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് അറിയിക്കണം. വളരെ ടേസ്റ്റിയാണിത്, ഹെൽത്തിയാണ്. അതായത് ചൗവരി അതുപോലെ തന്നെ ഈ കസ്കസ് എല്ലാം ചേരുന്നുണ്ട്. വളരെ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ അടുത്ത ഒരു നല്ല കുക്കിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.